ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പബ്ലിക് എക്സാമിന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു 9ാം ക്ലാസ്സുകാരുടെ. അപ്പോ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാകുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പാസേജ് ആയിരുന്നു. നീരജ ബെനോട്ടിന്റെ ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ആ പാസേജ് വായിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ആ പാസേജിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് ലൈനിലായിരുന്നു അതിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വൈ വാസ് ഹൈഡ് ദ പാസ്പോർട്ട് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ് എ ക്രൂഷ്യൽ ഡെസിഷൻ ഡ്യൂറിംഗ് ദ ഹൈജാക്കിംഗ്. അതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ഉത്തരമായിട്ട് എഴുതിയത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഞാൻ എഴുതിയത്. അതുപോലെ തന്നെ നാലാമത്തേല് പാസേജ് വായിച്ചിട്ട് നല്ല വൃത്തിക്കായിട്ട് അത് കറക്റ്റ് ആയിട്ട് എഴുതി. അതുപോലെ നോൺ ഫ്രേസും വെബ് ഫ്രേസും എഴുതി. അതുപോലെ തന്നെ എനിക്ക് നന്ദി പറയണോന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ 2025 കാനഡ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിൽ വന്നിട്ടുണ്ടായിരുന്ന ചോദ്യം വാക്ക് അലൗവിന്റെയും അതുപോലെ ലെറ്റ് ഇറ്റ് ഗോയുടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ലെറ്റ് ഇറ്റ് ഗോ പോം തന്നിട്ട് അതിന് ചോദ്യങ്ങളും വാക്ക് അലോങ്ങിന്റെ അപ്രിസിയേഷനും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വാക്ക് അലോങ്ങിന്റെയും ലെറ്റ് ഇറ്റ് ഗോയുടെയും അപ്രിസിയേഷൻ പഠിച്ചു പോയി. അത് കൃത്യമായിട്ട് പഠിച്ചു. ബാക്കിയുള്ളതൊക്കെ ഒന്ന് പെൻഡിങ്ങിൽ വെച്ചു. ഓക്കെ, അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു ലെറ്റ് ഇറ്റ് ഗോയുടെ അപ്രിസിയേഷൻ വരുമെന്ന്. അങ്ങനെ ഞാൻ അവസാനം ലെറ്റ് ഇറ്റ് ഗോയുടെ അപ്രിസിയേഷൻ പഠിച്ചു. അത് നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എഴുത്തുകാരൊക്കെ പറ്റിയിട്ട് ക്രിസ്ത്യൻ അഡേഴ്സൺ ലോപ്പസ്, റോബർട്ട് ലോപ്പസ്, എഡീന കിമെൻസിൽ, ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി. പിന്നെ എന്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറെ എല്ലാ ഡിസ്കോഴ്സുകളും ഫോർമാറ്റ്, അതുപോലെ എല്ലാ പോമിന്റെയും അപ്രിസിയേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാതും നമുക്ക് തരുന്നുണ്ട്. ഞങ്ങൾക്ക് ടീച്ചർ വിഷൻ ഓഫിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരും. അതുപോലെ തന്നെ സമഗ്രേഡൊക്കെ റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാറുണ്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എന്റെ ഇംഗ്ലീഷ് നോട്ട് എന്ന് പറയുമ്പോൾ നല്ല ഈസി ആയിട്ടാണ് ടീച്ചർ നോട്ട് ഉണ്ടാക്കി തരുന്നത്. അതും നല്ലൊരു ഈസി ആയിട്ട് എനിക്ക് ആനുവൽ എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റി. കാരണം വേറെ ഒന്നുമല്ല, ലെറ്റ് ഇറ്റ് ഗോ അപ്രിസിയേഷൻ എഴുതുന്നത് ഞാൻ ടീച്ചറുടെ വിഷൻ പഠിച്ചിട്ടാണ് പോയിട്ട് അപ്രിസിയേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ടീച്ചർ തന്നതാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് നല്ല ഈസി ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഞാൻ എഴുതിയത് ഓപ്ഷൻ സി ആണ്. വാക്ക് ഹെഡ് അലോങ് ഡെസ്പെക്ട് ദ പെയിൻ. ഓക്കെ, അതാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒൻപതാമത്തെ ഉത്തരം ഓപ്ഷൻ ബി റോറിംഗ് ലൈറ്റ്നിങ് ആയിരുന്നു. ഏഴാമത്തെ ഉത്തരം വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫേസ് ക്രഷ് ദ തോൺസ് ഇൻ യുവർ പാത്ത് വിത്ത് യുവർ ബ്ലീഡിംഗ് ഫീറ്റ്. അപ്പോൾ റിമൂവ് ദ പെയിൻ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാക്ക് അലോങ് അതാണ് രവീന്ദ്രനാഥ ടാഗോർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എഴുതി. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നതെന്നാണ്. അതിന് ഞാൻ സാഡ് ഓർ ഇമോഷൻസ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പതിനെട്ടാമത്തെ ചോദ്യം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഒരു ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോദ്യം എനിക്ക് തോന്നി. കാരണം വേറൊന്നുമല്ല, ഞാനതില് 18ാമത്തെ ആണ് കേട്ടോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു പാരഗ്രാഫ് റൈറ്റിംഗ് ആയിരുന്നു. അത് 4 മാർക്കിന് ചോദ്യമാണ്. അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ പ്രൊഫൈല് അനിതാ നായരുടെ വന്നിട്ടുണ്ടായിരുന്നത്. 20ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറി റൈറ്റിംഗ് ആണ്. സ്റ്റോറി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സാം ഹോളിൽ ഇരുന്നിട്ട് തന്നെ ആലോചിച്ചിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എന്റെ ഫ്രണ്ട്സ് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക അങ്ങനെയായിരുന്നു എന്റെ മനസ്സിൽ കേട്ടോ. എക്സാം കഴിഞ്ഞതിന് ശേഷം എന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. ഇമാജിനേഷൻ ആയിരുന്നല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പല കഥകൾ എന്നോട് പറഞ്ഞു. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന കഥ ഇങ്ങനെയായിരുന്നു. ഒരു പെട്ടിയുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി താർ ഡെസേർട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. ഓക്കെ, എന്റെ ഇമാജിനേഷൻ ആണ് കേട്ടോ. താർ ഡെസേർട്ടിലാണ് ജീവിച്ചിരുന്നത്. താർ ഡെസേർട്ടിൽ ജീവിക്കുമ്പോൾ ആളുടെ കുടുംബം ഇല്ല, വൈഫ് ഇല്ല, ഫാമിലീസോ ആരും ഇല്ല, ചിൽഡ്രൻസ് ഒന്നും ഇല്ല. പക്ഷേ ആളുടെ കൂടെയിട്ട് ആകെ ഒരു സാധനമേ ഉള്ളൂ. എന്താണ്? ഒരു ബോക്സ് ആണ്. ആ ബോക്സിൽ നിറയെ അവരുടെ മെമ്മറീസ് ആയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒരു പ്രാവശ്യം ആളുടെ ക്യാമലായിട്ട് നടന്നു പോകുന്ന നേരത്ത് ആ ബോക്സ് ആളറിയാതെ ആളുടെ ബാഗിൽ നിന്ന് താഴെ വീഴാണ് ആ ഡെസേർട്ടിലോട്ട്. അങ്ങനെ അത് കളഞ്ഞു പോവാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ട് ആൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു നല്ല ഒരു കഥ, ആൻഡ് ഇമോഷണലി ആയിട്ടുള്ള ഒരു കഥയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എങ്ങനെ എഴുതുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ഇനി 21ാമത്തെ ചോദ്യം WH യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതും നല്ല ഈസി ആയിരുന്നു. വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതെന്ന് പറയുമ്പോൾ 4 തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ 8 തയ്യാറാക്കി. കാരണം എന്റെ ടീച്ചർ എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 4 തയ്യാറാക്കാൻ പറഞ്ഞാൽ 8 തയ്യാറാക്കാം. WH ക്വസ്റ്റ്യൻസ് 6 യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്
രണ്ടെണ്ണം. ഓക്കെ, അങ്ങനെയായിട്ട് തയ്യാറാക്കാനാണ്. ഓക്കെ, അങ്ങനെ തയ്യാറാക്കി. പിന്നെ 22 മുതൽ 25 വരെയുള്ളത് നമ്മൾ പുറത്തുനിന്ന് വന്നിട്ടുള്ളത്, അത് T20 കപ്പിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാന് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന്റെ റിവ്യൂ പറയുന്ന നേരത്ത് 10 ഔട്ട് ഓഫ് എത്രയും മാർക്ക് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 7 ആയിരിക്കും കൊടുക്കുക. നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 3 രീതിയിലാണ്. ഒന്ന് വൺ വേർഡ് ചോദ്യങ്ങള്, പിന്നെ അതുപോലെ ഡിസ്കോഴ്സുകള്, ഗ്രാമർ ആയിരുന്നു എനിക്ക് കുറച്ച് വില്ലനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ 3 മാർക്ക് ആ ഗ്രാമർ ആയിട്ടുള്ള വില്ലനാണ് കൊണ്ടുപോയത്. കാരണം എന്റെ ഫ്രണ്ട്സിനായാലും എനിക്കായാലും ഗ്രാമർ ആണ് കുറച്ച് ടാസ്ക് ആയത്. ഒരുപാട് ടഫ് എന്നല്ല, പക്ഷെ എനിക്ക് ഒരുമിക്ക ഇപ്പോഴുള്ള എക്സാമുകളിൽ, ഇംഗ്ലീഷിലെ എക്സാമുകളിൽ ഗ്രാമർ ആണ് ടഫ് ആവാറുള്ളത്. കാരണം 9ാം ക്ലാസ്സിൽ ഇപ്പൊ പുതിയതായിട്ട് ഗ്രാമർ വന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ എന്റെ ക്രിസ്മസ് എക്സാമിന്റെ മാർക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷില്. ക്രിസ്മസ് എക്സാമിന് എനിക്ക് ഇംഗ്ലീഷില് 69 കിട്ടിയിട്ടുണ്ടായിരുന്നത്. 69 കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 68 ആദ്യം, പിന്നെ ടീച്ചർ ഞാൻ കൂട്ടി നോക്കിയപ്പോ 69 ഉണ്ടായിരുന്നു. 69 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതില് എ ഗ്രേഡ് ആയിരുന്നു. പക്ഷെ A+ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ 69 ഗ്രാമർ തന്നെയായിരുന്നു കേട്ടോ അവിടെയും കുറച്ച് പ്രശ്നമായിട്ട് നിന്നിരുന്നത്. പക്ഷെ ഇപ്പോ അധികം പ്രശ്നമില്ല ഗ്രാമർ. പിന്നെ ഞാൻ എത്ര പേപ്പർ എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. 6 പേപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതില് ഞാന് ഒരു ഫുള്ള് എഴുതി ആൻഡ് ഈ ഒരു പുറം. ഓക്കെ, അപ്പൊ 1, 2 ആയത്. അങ്ങനെ 12 പേപ്പറുകൾ എടുത്തു. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്റെ ഇംഗ്ലീഷ് എക്സാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ബ്രീഫ് ആയിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ. അടുത്ത എക്സാം ബയോളജി ആണ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ എഴുതാം. പ്രഡിക്ഷൻ വീഡിയോസ് ഉണ്ടാവും. അപ്പൊ ഇത്രയുള്ളൂ. ബൈ ബൈ.